വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ പൈത്തൺ ഗൂഗിൾ കൊലാബ് യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ കൊലാബിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ സൈൻ വേവ്, കൊസൈൻ വേവ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് വേവ് ഫോംസും എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പം സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റാസ് വേണം. അതായത് എക്സ് ഡേറ്റ, അതുപോലെ വൈ ഡേറ്റ. എക്സും വൈയും കൂടെ ആയിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പം ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് പൈത്തണിൽ ന്യൂമറിക്കൽ പൈത്തൺ എന്നുള്ളൊരു ലൈബ്രറി ഉണ്ട്. ഓക്കെ, ന്യൂമറിക്കൽ പൈത്തൺ. അപ്പം അതിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പം ന്യൂമറിക്കൽ പൈത്തണിന് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിൻടാക്സ് ഇമ്പോർട്ട് numpy, ന്യൂമറിക്കൽ പൈത്തൺ numpy ആസ് np. അതിന് ന്യൂമറിക്കൽ പൈത്തണിനെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ np ആയിട്ടാണ് കോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ np വെച്ചിട്ടായിരിക്കും ബാക്കി എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അപ്പം സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഡേറ്റാസ് വേണം. അപ്പം ഈ ന്യൂമറിക്കൽ പൈത്തൺ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക ഡേറ്റ എടുക്കും. ഓക്കെ, അതുപോലെ ഇവിടെ പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറി എന്ന് പറയുന്നത് PLT എന്നുള്ള ലൈബ്രറി ആണ്. അപ്പോൾ അതിന് അത് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് matplotlib ഡോട്ട് pyplot ആസ് PLT. അപ്പോൾ അത് നമ്മൾ നമ്പൈനെ NP എന്ന് ഷോർട്ട് ഫോം വിളിച്ച പോലെ matplotlib ഡോട്ട് pyplot നമ്മൾ PLT ആയിട്ടാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. അപ്പം പൈത്തണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ കൊലാബ് ചെയ്യുമ്പോഴത്തേക്ക് കൊലാബിൽ ഇതിൻ്റെ ലൈബ്രറീസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ആ പർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഏത് ലൈബ്രറി ആണോ വേണ്ടത് അത് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇൻസ്റ്റലേഷനും ഡൗൺലോഡിംഗ് ഒന്നും വേണ്ട. അപ്പം നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എക്സ് ഡേറ്റയും വൈ ഡേറ്റയും വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂമറിക്കൽ പൈത്തണിൽ NB എന്നുള്ള ലൈബ്രറിയിൽ നിന്ന് അത് ഇമ്പോർട്ട് ചെയ്യും. അതുപോലെ പ്ലോട്ട് ഫങ്ഷൻസ് എല്ലാം ഈ matplotlib ഡോട്ട് pyplot എന്നുള്ള ലൈബ്രറിക്കകത്ത് അവൈലബിൾ ആണ്. അത് നമ്മൾ PLT എന്നുള്ള ഷോർട്ട് ഫോമിൽ അതിനെ കോൾ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യമേ നമുക്ക് വേണ്ട ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഡേറ്റ കൊടുക്കണം. ഇവിടെ എക്സ് ഡേറ്റ കൊടുക്കണം. സോ എക്സ് ഈക്വൽ ടു നമ്മൾ NP എന്നാണ് ഡേറ്റ എടുക്കുന്നത്. സോ NP ഡോട്ട് അറേ നമുക്ക് വേണ്ട ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, നോർമൽ ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാനൊരു 4 ഡേറ്റാസ് എടുക്കുകയാണ്. നമ്പേഴ്സ് ദാറ്റ് ഈസ് 4, 3, 5, 7. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത് നമ്മൾ എക്സ് ഡേറ്റയായി. ഇനി y ഈക്വൽ ടു അതും NP ഡോട്ട് അറേ നമ്മൾ y ഡേറ്റ സ്ക്വയർ ബ്രാക്കറ്റിൽ 2, 4, 6, 8. ഓക്കെ, 4 നമ്പേഴ്സ് എക്സിലും വൈയിലും നമ്മൾ അസൈൻ ചെയ്തു. ഇനി ഇവിടെ ഓൾറെഡി NPയും നമ്മൾ PLTയും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PLT ഡോട്ട്, അതായത് ഈ matplotlib ഡോട്ട് pyplot എന്ന് വെച്ച് കഴിഞ്ഞാൽ PLT എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. അപ്പോൾ PLTക്കകത്ത് എല്ലാ നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. അതായത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലോട്ട്, ലേബൽ ചെയ്യാനുള്ള എക്സ് ലേബല്, വൈ ലേബൽ ചെയ്യാനുള്ളത് വൈ ലേബല്, ടൈറ്റിൽ, അങ്ങനത്തുള്ള എല്ലാം ഈ PLTക്കകത്ത് അവൈലബിൾ ആണ്. നമ്മൾ PLT ഡോട്ട് പ്ലോട്ട് ഓഫ്, ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ട എക്സും വൈ ആണ്, എക്സ് കോമ വൈ. ദെൻ നമുക്ക് PLT ഡോട്ട് എക്സ് ലേബിൾ വൈ ലേബിൾ അങ്ങനെ കൊടുക്കാം. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ ഈ 2 ലൈബ്രറീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, 2 ഡേറ്റ കൊടുത്തു. ദെൻ PLT ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സ് വൈ പറയുമ്പോഴത്തേക്കും നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടും. അതിനുശേഷം നമുക്ക് എക്സ് ലേബിൾ വൈ ലേബിളൊക്കെ നോക്കാം. ഇനി ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ ഗൂഗിൾ കൊലാബിൽ ചെയ്ത് നോക്കാം. അപ്പം ഗൂഗിൾ കൊലാബ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട്
വെൽക്കം ടു കൊളാബറേറ്ററി ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ന്യൂ നോട്ട്ബുക്ക് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മളെ ഗൂഗിൾ കൊളാബിൻ്റെ ഇൻ്റർഫേസ്. ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കോഡ് പാർട്ടും ഉണ്ട്, ടെക്സ്റ്റ് പാർട്ടും ഉണ്ട്. ഞാനിപ്പോൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്ലോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അത് ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇനി കോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടു പ്ലോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വന്നു. ഇനി നമ്മൾ നേരത്തെ എഴുതിയ പോലെ പ്രോഗ്രാംസ് എൻ്റർ ചെയ്യണം. ആദ്യമേ 2 ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ഇമ്പോർട്ട് numpy ന്യൂമറിക്കൽ പൈത്തൺ ആസ് np, എൻ്റർ അടിക്കുക. സെക്കൻഡ് ലൈബ്രറി ഇമ്പോർട്ട് matplotlib pyplot as plt, എൻ്റർ അടിക്കുക. നമ്മൾ ഡാറ്റ കൊടുക്കണം. x is equal to ഒരു അറേ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ np ഡോട്ട് അറേ ഓഫ് നമ്പേഴ്സ് കൊടുക്കുക. നമ്മൾ മെട്രിക്സ് സ്ക്വയർ അറേ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്പേഴ്സ് 1, 3, 5, 7. ഇനി സെക്കൻഡ് ഡാറ്റ കൊടുക്കണം. എൻ്റർ അടിക്കുക. y ഈക്വൽ ടു np ഡോട്ട് അറേ ഓഫ് നമ്മളെ സെക്കൻഡ് ഡാറ്റ 2, 4, 6, 8. നമ്മൾ 2 ഡാറ്റയും കൊടുത്തു. 2 ലൈബ്രറീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി അത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് plt ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സും വൈ അല്ലേ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട, x, y. ഓക്കെ, അപ്പം ഈ പ്ലോട്ട് എന്നുള്ള ഫംഗ്ഷൻ ഈ PLTയിലുള്ള ലൈബ്രറിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ plt ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ റൺ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, റൺ ചെയ്യും. അപ്പോൾ ഇവിടെ കണക്റ്റിംഗ് കാണിക്കും. അപ്പം ഗൂഗിൾ കൊളാബിന് തന്നെ അതിൻ്റെ റാമും TPU ഒക്കെ ഉണ്ട്. ഇവിടെ പൈപ്ലോട്ട് PL ഇല്ലായിരുന്നു. നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ പ്ലോട്ട് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഇതിനകത്ത് എക്സ് ലേബിൾ, വൈ ലേബിളൊക്കെ കൊടുക്കാം. അപ്പം എക്സ് ലേബിൾ, വൈ ലേബിൾ ഉള്ളത് PLTക്കകത്താണ്. അപ്പോൾ PLT ഡോട്ട് എക്സ് ലേബിൾ സിംഗിൾ കോട്ടിൽ ഞാൻ എക്സ് ഡേറ്റ എന്ന് കൊടുക്കുകയാണ്. അതുപോലെ വൈ ലേബിൾ നമുക്ക് വൈ ആക്സിസ് ലേബിൾ ചെയ്യാൻ വേണ്ടി PLT ഡോട്ട് വൈ ലേബിൾ സിംഗിൾ കോട്ടിൽ വൈ ഡേറ്റ. ടൈറ്റിൽ കൊടുക്കാം PLT ഡോട്ട് TITLE ടൈറ്റിൽ ഓഫ് സിംഗിൾ കോട്ടിൽ ഞാൻ ഡേറ്റ് ലൈൻ കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് റൺ ചെയ്യാണ്. അപ്പം ആ ഗ്രാഫിനകത്ത് എക്സ് ലേബിളിൽ എക്സ് ഡേറ്റ, വൈ ലേബിളിൽ വൈ ഡേറ്റ, അതുപോലെ ടൈറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വന്നു. ഇനി നമുക്ക് ഡീഫോൾട്ടായിട്ട് ബ്ലൂ കളറാണ്. അതിന് പകരം നമുക്ക് റെഡ് കളർ കൊടുക്കാം. കോമ കൊടുക്കുക. പ്ലോട്ടിനകത്ത് സിംഗിൾ കോട്ടിൽ നമ്മൾ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡ് കളറിൽ പ്ലോട്ട് ചെയ്ത് വരും. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. വൈ കൊടുക്കുകയാണെങ്കിൽ നമ്മളത് പ്ലോട്ട് യെല്ലോ കളറിൽ പ്ലോട്ട് ചെയ്ത് വരും. ഓക്കെ, ഇത് കണ്ടിന്യൂസ് പ്ലോട്ടാണ്. ഈ ഡേറ്റയുടെ നമുക്ക് ഡിസ്ക്രീറ്റ് സൈസ് വേണമെങ്കിൽ ഈ പ്ലോട്ടിന് പകരം സ്റ്റെം എന്നുള്ള കമാൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രീറ്റ് ഫോം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലോട്ടിന് പകരം ഞാൻ സ്റ്റെം ചെയ്യാണ്. ഡിസ്ക്രീറ്റ് പ്ലോട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആ ഡേറ്റ ഡിസ്ക്രീറ്റ് ആയിട്ട് വന്ന് നമ്മൾ കൊടുത്ത ഡേറ്റ എന്ന് പറയുന്നത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4, 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 6, 7ന് കറസ്പോണ്ടിങ് ആയിട്ട് 8. ഓക്കെ, ഇങ്ങനെ ഡിസ്ക്രീറ്റ് കളറിൽ വരും. ഇതാണ് ഒരു 2 ഡേറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ
അതിനെ കണ്ടിന്യൂസ് ആയിട്ടും ഡിസ്ക്രീറ്റ് ഫോമിലും പ്ലോട്ട് ചെയ്യുന്ന ഫോം. നമ്മൾ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈന് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ഫോമിൽ പ്ലോട്ട് ചെയ്തു.